നമസ്കാരം. തമിഴ്നാട്ടിൽ DMK നേതാവും മുഖ്യമന്ത്രിയുമായ സ്റ്റാലിന് കനത്ത തോൽവി. കൊളത്തൂർ മണ്ഡലത്തിൽ TVK സ്ഥാനാർത്ഥി VS ബാബുവിനെതിരെയാണ് സ്റ്റാലിൻ തോറ്റു തുന്നം പാടിയത്. തിരുനെൽവേലി രാധാപുരത്ത് സ്പീക്കർ A അപ്പാവു തോറ്റു. ഇവിടെ ജയിച്ചത് TVK സ്ഥാനാർത്ഥി ക്രിസ്റ്റഫർ ആണ്. അതായത് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ മുൻനിര നേതാക്കളെയൊക്കെ TVKയുടെ സ്ഥാനാർത്ഥികൾ തോറ്റു തുന്നം പാടിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ വരികയും വീണ്ടും സ്റ്റാലിൻ ഭരണം ഉണ്ടാകുമെന്നും ഏറെ ആഗ്രഹിച്ചിരുന്ന സ്റ്റാലിൻ തന്നെ തോറ്റത് തമിഴ്നാട് രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു ഏടായി മാറുകയാണ്. കഞ്ഞിപ്പോരാട്ടത്തിൽ എന്തായാലും വിജയക്കൊടി പാറിക്കുകയാണ് വിജയ്. പ്രധാനപ്പെട്ട എതിർപാർട്ടിയിലെ നേതാക്കളെ ഒന്നിനു പുറകെ ഒന്നായി കടമുഴക്കി വീഴ്ത്തിക്കൊണ്ടാണ് വിജയുടെ തേരോട്ടം. വോട്ടെണ്ണൽ ആരംഭിച്ചത് മുതൽ ലീഡ് ചെയ്ത TVK 100 കടന്ന് മുന്നേറുകയാണ്. 107 സീറ്റുകളിലാണ് ഇപ്പോൾ TVK മുന്നേറുന്നത്. ഭരണകക്ഷിയായ DMK മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളി പ്രവചനങ്ങളെ കാറ്റിൽ പറത്തിയാണ് വിജയും സംഘവും കുതിക്കുന്നത്. നിലവിൽ DMK 70 സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്തും AIADMK 57 സീറ്റുകളിലും ലീഡുണ്ട്. അതേസമയം TVKയ്ക്ക് പിന്തുണ നൽകാനുള്ള നീക്കവുമായി തമിഴ്നാട് കോൺഗ്രസ് രംഗത്ത് വരുന്നതായി റിപ്പോർട്ടുകൾ. തമിഴ്നാട്ടിൽ സ്വീകരിക്കേണ്ട അടുത്ത നടപടി ആലോചിച്ച് കോൺഗ്രസ് നേതൃത്വം അവരുടെ മീറ്റിംഗ് നടത്തുകയാണെന്നുള്ളതാണ് പറയുന്നത്. ഗിരീഷ് ചോടങ്കർ, അതായത് തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്ന ഗിരീഷ് ചോടങ്കറാണ് ഇത്തരത്തിലൊരു നിലപാടിലേക്ക് എത്തുന്നതായി സൂചനകൾ വരുന്നത്. എന്തായാലും വനിതകളുടെയും യുവാക്കളുടെയും പിന്തുണ TVK നേടിയത് കണ്ടില്ലെന്ന് നടിക്കാനാകില്ല എന്നും വിശദമായ റിപ്പോർട്ട് നേതൃത്വത്തിന് സമർപ്പിക്കുമെന്നും ചോടങ്കർ അറിയിച്ചിട്ടുണ്ട്. അതേസമയം 2026 തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവരുമ്പോൾ ഭരണകക്ഷിയായ DMKയ്ക്ക് അധികാരം നഷ്ടമായ സാഹചര്യത്തിൽ ഉദയനിധി സ്റ്റാലിനെ പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. നടൻ വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം വലിയ മുന്നേറ്റം നടത്തുകയും DMK രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയും ചെയ്തതോടെയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഈ പുതിയ ക്രമീകരണം ഉണ്ടായത്. DMK ആസ്ഥാനമായ അണ്ണാ അറിവായത്തിൽ നടന്ന MLA-മാരുടെ യോഗത്തിലാണ് ഉദയനിധിയെ സഭാ നേതാവായും പ്രതിപക്ഷ നേതാവായും ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തത്. കഴിഞ്ഞ സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിരുന്ന ഉദയനിധി സ്റ്റാലിൻ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവ സാന്നിധ്യവുമായിരുന്നു. എന്നാൽ ഭരണവിരുദ്ധ വികാരവും പുതിയ രാഷ്ട്രീയ ശക്തികളുടെ ഉദയവും DMKയുടെ സീറ്റ് നില ഗണ്യമായി കുറച്ചു. എങ്കിലും പാർട്ടിയെ നിയമസഭയ്ക്കകത്ത് നയിക്കാൻ യുവാവായി ഉദയനിധിക്ക് സാധിക്കുമെന്നാണ് MK സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ വിലയിരുത്തൽ. നിയമസഭയിൽ സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാനും ജനകീയ വിഷയങ്ങൾ ഉന്നയിക്കാനും ഉദയനിധിക്ക് പദവി വലിയ അവസരമാണ് നൽകുന്നത്. വിജയ് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കെ ഉദയനിധി പ്രതിപക്ഷ നിരയിലെത്തുന്നത് നിയമസഭയിൽ വാശിയേറിയ പോരാട്ടങ്ങൾക്കൊക്കെ വഴി തുറക്കും. തമിഴ് സിനിമയിലെ സഹപ്രവർത്തകർ കൂടിയായ ഇരുവരും രാഷ്ട്രീയത്തിന്റെ രണ്ട് തട്ടുകളിലായി നേർക്കുനേർ വരുന്നത് തമിഴ്നാട് രാഷ്ട്രീയത്തിലെ കൗതുകരമായ കാഴ്ചയാണ്. പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ പാർട്ടിയെ താഴെത്തട്ടിൽ നിന്നും ശക്തിപ്പെടുത്താനും അടുത്ത തെരഞ്ഞെടുപ്പിനെ സജ്ജമാക്കാനുമുള്ള വലിയ ഉത്തരവാദിത്തം എന്തായാലും ഉദയനിധിയിൽ അർപ്പിതമായിരിക്കുകയാണ്. DMKയുടെ യുവജന വിഭാഗം സെക്രട്ടറി കൂടിയായ അദ്ദേഹം ഈ വെല്ലുവിളി എങ്ങനെ നേരിടുമെന്നതാണ് രാഷ്ട്രീയ കേരളവും തമിഴകവും ഒക്കെ ഉറ്റുനോക്കുന്നത്. എന്നാലും തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ DMK അധ്യക്ഷനും മുഖ്യമന്ത്രിയായ MK സ്റ്റാലിൻ കൊളത്തൂർ മണ്ഡലത്തിൽ അപ്രതീക്ഷിത പരാജയം വന്നത് എന്തായാലും വലിയ രാഷ്ട്രീയ വാർത്ത തന്നെയാണ്. നടൻ വിജയുടെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം സ്ഥാനാർത്ഥി VS ബാബു സ്റ്റാലിനെ അട്ടിമറി വിജയത്തിലൂടെ മറിച്ചിരിക്കുന്നു. എന്തായാലും 2021 70,000-ലധികം വോട്ടുകളുടെ വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ച സ്റ്റാലിനാണ് അടിതെറ്റി വീണതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.